എന്തുകൊണ്ട് സ്വഹാബികളിൽ ഒരാൾ പോലും കഴിച്ചിട്ടില്ല? ഒരാളെങ്കിലും, ഒരു സ്വഹാബിയെങ്കിലും ഒരു റബീഉൽ അവൽ 12-ന് ഒരു നബിദിനം കഴിക്കുന്ന ഒരവസ്ഥ അവർ ചെയ്തിട്ടുണ്ടോ? അല്ല, നബിദിനം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ടെക്നോളജിപരമായി കണ്ടുപിടിച്ച് ചെയ്യേണ്ട വല്ല കാര്യമാണ്. അവർക്ക് മസ്ജിദുൻ നബവി ഉണ്ട്, അവർക്ക് ഈ പറയുന്ന മജ്ലിസ് നടത്താം, അവിടെ റാലി മദീനത്ത് നടത്താം, അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം, അല്ലേ? അവർക്ക് നടത്താമല്ലോ. സഹാബികൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, 4 മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ ചെയ്തിട്ടില്ല, മുഹദ്ദിസീങ്ങൾ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചല്ലോ. ഇബ്നു കസീറിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഒക്കെ നമ്മളെല്ലാം നമ്മൾ തഫ്സീറിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥമൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയാൻ ഉദ്ധരിക്കുന്നത്. ഇവരാരെങ്കിലുമൊക്കെ നബിദിനം കഴിക്കുന്നതായിട്ട്, നബിദിനം കഴിക്കണം എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റിയോ? നിങ്ങൾ ഇന്നൊരു ഗ്രന്ഥം സുയൂത്തിയുടെ ഉദ്ധരിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തെളിവാക്കാൻ പരിശ്രമിക്കുകയാണ്. വിഫല ശ്രമം മാത്രമാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതിന് വലിയ മറുപടി പറയേണ്ടി വരും എന്ന് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.